കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യകാല പ്രസിഡന്റ് ആരാണെന്ന് അറിയുമോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യകാല പ്രസിഡന്റ് മന്നത്തു പത്മനാഭനാണ്. ആരാണ്? മന്നത്തു പത്മനാഭനാണ്. NSSന്റെ ആദ്യകാല പ്രസിഡന്റ് ആരാണെന്നറിയാമോ? NSS നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യകാല പ്രസിഡന്റ് കേളപ്പനാണ്. ആരാണ്? കേളപ്പനാണ്. NSSന്റെ ആദ്യകാല ജനറൽ സെക്രട്ടറി ആരാണ്? മന്നത്തു പത്മനാഭനാണ്. ആരാണ്? മന്നത്തു പത്മനാഭനാണ്. അതുപോലെ തന്നെ SNDPയുടെ ആദ്യകാല ജനറൽ സെക്രട്ടറി ആരാണ്? കുമാരനാശാനാണ്. ആരാണ്? കുമാരനാശാനാണ്. SNDPയുടെ ആദ്യകാല പ്രസിഡന്റ് ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. SNDPയുടെ ആദ്യകാല പ്രസിഡന്റും അതുപോലെ SNDPയുടെ ആജീവനാന്ത പ്രസിഡന്റും ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ്. അതുപോലെ തന്നെ ജാതി നാശിനി സഭയുടെ ആദ്യകാല പ്രസിഡന്റ് ആരാണ്? കേളപ്പനാണ്. ആരാണ്? കേളപ്പനാണ്. ജാതി നാശിനി സഭയുടെ ആദ്യകാല ജനറൽ സെക്രട്ടറി ആരാണ്? ആനന്ദ തീർത്ഥനാണ്. ആരാണ്? ആനന്ദ തീർത്ഥനാണ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതുപോലെ പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യകാല ചെയർമാൻ ആരായിരുന്നു? സി കേശവനായിരുന്നു. ആരായിരുന്നു? സി കേശവനായിരുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതായത് കേരള PSCയുടെ ആദ്യകാല ചെയർമാൻ ആരാണ്? EK വേലായുധനാണ്. ആരാണ്? EK വേലായുധനാണ്. കേരള PSCയിൽ അംഗമാകുന്ന ആദ്യ കവി ആരാണ്? തിരുനെല്ലൂർ കരുണാകരനാണ്. ആരാണ്? തിരുനെല്ലൂർ കരുണാകരനാണ്. കേരള PSCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ MR ബൈജു ആണ്. ഡോക്ടർ MR ബൈജു ആണ്. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യകാല ചെയർമാൻ അല്ലെങ്കിൽ ആദ്യകാല അധ്യക്ഷൻ ആരാണ്? സർദാർ KM പണിക്കർ. ആരാണ്? സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യകാല ചെയർമാൻ, ആദ്യകാല അധ്യക്ഷൻ അല്ലെങ്കിൽ ആദ്യകാല ചെയർമാൻ. അതുപോലെ 3 ക്വസ്റ്റ്യനോടെ പറഞ്ഞുതരാം, ഓർത്ത് വെച്ചോളുക. അതുപോലെ തന്നെ മൃതസഞ്ജീവനി പദ്ധതിയുടെയും ശുഭയാത്ര പദ്ധതിയുടെയും ഇപ്പോഴത്തെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മോഹൻലാലാണ്. അതുപോലെ തന്നെ അക്ഷയ പദ്ധതിയുടെയും സുഹൃതം പദ്ധതിയുടെയും ബ്രാൻഡ് അംബാസഡർ ആരാണ്? മമ്മൂട്ടിയാണ്. ആരാണ്? മമ്മൂട്ടിയാണ്. അതുപോലെ അതുല്യം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ദിലീപാണ്. ആരാണ്? ദിലീപാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ഡോക്ടർ KJ യേശുദാസാണ്. ആരാണ്? ഡോക്ടർ KJ യേശുദാസാണ്. അതുപോലെ GSTയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? അമിതാഭ് ബച്ചനാണ്. ആരാണ്? അമിതാഭ് ബച്ചനാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളുക. പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. ഞാൻ പലതും ഇതൊക്കെ ടോപ്പിക്കായിട്ട് ഞാൻ പലതവണ SNDPയെ കുറിച്ചും NSSനെ കുറിച്ചൊക്കെ ടോപ്പിക്കായിട്ട് പലതവണ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടൊന്നും